എല്ലാവർക്കും ഫീൽ ദ ഹാപ്പിനെസ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്, പോരാത്തിന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ആയിക്കോട്ടെ നമ്മുടെ ആദ്യത്തെ വീഡിയോ. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം, വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നോമ്പുതുറയുടെയൊക്കെ സമയമാണ്, വൈകുന്നേരം ആണെങ്കിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, പിന്നെ ഓട്സും ഒരു മുട്ടയും കുറച്ച് കോൺഫ്ലവറുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം വേണ്ടത് പാകത്തിന് ഉപ്പിടണം. ഉപ്പെന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് കയറി നിൽക്കുന്നതാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിടുക, അവരവരെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി, പേരിന് ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ കുരുമുളക്, നമ്മളൊട്ടും സ്പൈസി അല്ലാത്ത ഒരു റെസിപ്പിയാണിത്. സോ അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇതും ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിർബന്ധമില്ല. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ വേണേൽ ആഡ് ചെയ്യാം. ഞാൻ സാധാരണഗതിയിൽ ആഡ് ചെയ്യാറില്ല. അടുത്ത പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലോർ. അത് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വേണ്ടി വരും 1 കിലോ ചിക്കന് വേണ്ടിയിട്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രമാത്രം സ്റ്റിക്കി ആയിരിക്കുമോ അതായിരിക്കും ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി ആഡ് ചെയ്യുക. കോൺഫ്ലോറിൻ്റെ എമൗണ്ട് നല്ല സ്റ്റിക്കി ആയിരിക്കണം. ആ സ്റ്റിക്കി ആവുന്നതിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഒരു മുട്ട, കോഴിമുട്ടയാണ്. ഒരു മുട്ട മതിയാവും 1 കിലോ ചിക്കന്. ഈ മുട്ടയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വളരെ നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റിക്കി അപ്പിയറൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കുക. ചിലപ്പോൾ കോൺഫ്ലവർ അത്രയും മതിയായില്ല, കുറച്ചും കൂടെ സ്റ്റിക്കി ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു കോട്ടിങ് വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കോൺഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ഒരു മാറ്റി വെച്ചേക്കാം, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കാം. സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ 10 മിനിറ്റ് ധാരാളമാവും. കാരണം ഇതിനകത്ത് നമ്മൾ അധികം അങ്ങനെ സ്പൈസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ ഒരു നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വേണമെന്നുള്ളവർക്ക് അത് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചാൽ മതിയാവും. ചിക്കൻ റെഡി ആയിട്ട് മാരിനേറ്റ് വെച്ചിരിക്കുകയാണ്. ഞാൻ അതിനിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചു. അതിനുശേഷം ചിക്കൻ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വയ്ക്കാം. അതിനകത്തോട്ട് ഏകദേശം ഒരു 1/2 ലിറ്റർ ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ തന്നെ വേണം 1 കിലോയ്ക്ക്, ബിക്കോസ് അത് നല്ലവണ്ണം ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ വേണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സ്റ്റെപ്പിലോട്ട് പോകാം. ആദ്യം നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് ഓട്സ് എടുത്ത് വെച്ചിരിക്കുക. ആ ഓട്സ് എടുത്തതിന് ശേഷം നന്നായിട്ട് അതിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ സൈഡിലും 2 സൈഡിലും ഒരുപോലെ ഓട്സ് തേച്ച് പിടിപ്പിക്കണം. ഇതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് നമുക്കിതിനെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ശരിക്കും തിളച്ച് തുടങ്ങിയിട്ടില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ബോയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആഡ് ചെയ്യാം അടുത്ത ചിക്കൻ പീസ്. ഇതിപ്പോൾ ഏകദേശം അത് ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ട് നല്ല ചൂടായിട്ടുണ്ട് എണ്ണ. അപ്പോൾ നമുക്ക് അടുത്ത പീസും കൂടെ ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ പതുക്കെ ആഡ് ചെയ്യണം. അത് ഓട്സ് എല്ലാം പറ്റിയിരിക്കുന്നത് പറഞ്ഞു പോകരുത്. പിന്നെ അപ്പോൾ സാധാരണ ചിക്കൻ ഫ്രൈ പോലെ അവസാനം, അതുകൊണ്ട് ശ്രദ്ധിക്കുക. തീയുടെ കാര്യം എന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു ആദ്യത്തെ ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ അടുത്തൊരു 5 മിനിറ്റ് വളരെ പതുക്കെ ഒരു സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് തിരിച്ചിടുക. ഒരു പ്ലക്കർ വെച്ചിട്ടാണ് നമ്മളിതിനെ മറിച്ചിടുക, 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട്. ഏകദേശം ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 15 to 20 മിനിറ്റാണ്. അത് ലൈറ്റ് ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏകദേശം ഇത് ടൈം ആയിട്ടുണ്ട്. നമ്മളിതിനെ പതുക്കെ ഒരു ഒരു വേറെ പ്ലേറ്റിലോട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ യമ്മി ആയിട്ടാണ് തോന്നുന്നത്. ഇറ്റ്സ് വെരി ഡെലീഷ്യസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് കൂടെ കുറച്ച് കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓസം, റോയൽ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ആൻഡ് ഷെയർ അവർ വീഡിയോ and comment, add comments to our video, and thank you very much for watching.